പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കെം ടോക്കിന്റെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 8ാമത്തെ കെമിസ്ട്രി ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2ാം വർഷ രസതന്ത്രത്തിലെ 1ാം ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കൊക്കെ അറിയാം, ഏതൊരു പദാർത്ഥത്തിനും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. സോളിഡിന് മാത്രമല്ല, ഏതൊരു പദാർത്ഥത്തിനും എന്തുണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം വരാം, എങ്ങനെയാണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാകുന്നത്? അല്ലെ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടാവാൻ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക? അതായത് ഇലക്ട്രോണിന്റെ ഫ്ലോ വരുമ്പോ. ഇലക്ട്രോൺ ഫ്ലോക്ക് എന്താ നമ്മൾ പറയാ? ഇലക്ട്രിസിറ്റി എന്നാണ് പറയാ. അപ്പൊ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഇലക്ട്രോൺ ഫ്ലോ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. റെഡിയല്ലേ? അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമായി, ഏതൊരു പദാർത്ഥത്തിലും ആറ്റംസ് ഉണ്ട്. ആറ്റംസിന് സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളുടെ റൊട്ടേഷൻ ഉണ്ട്. ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ്. കറണ്ട് എവിടെയുണ്ടോ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു പദാർത്ഥത്തിനും എന്തുണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള പദാർത്ഥത്തെ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ, ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവച്ചാൽ, അതും അതിന്റെ റെസ്പോൺസ് എങ്ങനെയാണോ, ആ പദാർത്ഥം മാഗ്നറ്റിക് ഫീൽഡിനോട് എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അതിനടിസ്ഥാനമായി സോളിഡിനെ നമുക്ക് 5 ടൈപ്പ് ആക്കി തിരിക്കാം. അതിൽ ഒന്നാണ് പാരാമാഗ്നറ്റിക് സോളിഡ്. റെഡി? ഇതല്ലേ ഒന്നാമത്തത്? പാരാമാഗ്നറ്റിക് സോളിഡ്. റെഡി? എന്താണ് പാരാമാഗ്നറ്റിക് സോളിഡ്? ഞാനൊരു പോയിന്റുകൾ ഓരോന്നായിട്ട് പറയാം. പാരാമാഗ്നറ്റിക് സോളിഡ് വീക്ക്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പതുക്കെ അട്രാക്ട് ചെയ്യും. സ്ട്രോങ് ആയിട്ടല്ല, ചാടി പിടിക്കല്ല, പതുക്കെ അത് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യും. ഒരു പോയിന്റായി. നമ്പർ 2, ദാറ്റ് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺ. അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പൊ 2 പോയിന്റായി. മൂന്നാമത്തത്, when it is removed from magnetic field, its magnetic property lost. ഒന്നുകൂടെ പറയാം നമുക്ക്. What is paramagnetic solid? First is that is weakly attracted towards magnetic field. Magnetic ഫീൽഡിലേക്ക് അത് വളരെ പതുക്കെ അട്രാക്ട് ചെയ്യും. നമ്പർ 2, that contain unpaired electron. Number 3, when it is removed from magnetic field, loss its magnetic property. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് അയാളെ കണ്ട് എടുത്തു മാറ്റിയാൽ അയാളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അങ്ങനെയുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയാം? പാരാമാഗ്നറ്റിക് സോളിഡ് എന്ന് നമ്മൾ പറയാം. എക്സാമ്പിൾ, ഇങ്ങനെയുള്ള പാരാമാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ TiO, ടൈറ്റാനിയം മോണോക്സൈഡ്. റെഡി? മറ്റൊരു എക്സാമ്പിൾ ആണ് O2. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിക്കുന്നുണ്ട്. മോളിക്യൂളിന്റെ പാരാമാഗ്നറ്റിക്കും ഡയമാഗ്നറ്റിക്കും ആയ മോളിക്യൂൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു മോളിക്യൂൾ പറഞ്ഞു O2. റെഡി? ദാറ്റ് ഈസ് പാരാമാഗ്നറ്റിക് സോളിഡ്. രണ്ടാമത്തെ സോളിഡിലേക്ക് നമുക്ക് വരാം. ഡയാമാഗ്നറ്റിക് സോളിഡ്. ഡയാമാഗ്നറ്റിക് സോളിഡ്. റെഡി? പേരിൽ തന്നെയുണ്ട് ഡൈ. പെയറിങ്ങിനെ ബേസ് ചെയ്താണ് എന്താ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് പറയാം. ഡയാമാഗ്നറ്റിക് സോളിഡ് വീക്ക്ലി റിപ്പൽ ഫ്രം മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പതുക്കെ അയാൾ റിപ്പൽ ചെയ്യും. പെട്ടെന്നുള്ള വികർഷണമല്ല, വളരെ വീക്കായ ഒരു റിപ്പൾസീവ് ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പോ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അയാളെ വെച്ചാൽ അയാൾ പതുക്കെ ഒന്നിങ്ങോട്ട് റിപ്പൽ ചെയ്യും, വികർഷിക്കും. 1. നമ്പർ 2, ദാറ്റ് കണ്ടെയ്ൻ ഓൺലി പെയർഡ് ഇലക്ട്രോൺ. അതിൽ ജോഡിയായ ഇലക്ട്രോണുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ.
ഒരു ഇലക്ട്രോൺ പോലും അൺപെയർഡ് ഉണ്ടാവില്ല. ഏതില്? ഡയാമാഗ്നറ്റിക്. ഇതാണ് 2. ഓക്കെ, ഡയാമാഗ്നറ്റിക്. മൂന്നാമത്തെ പോയിന്റ്, അതിനൊരു എക്സാമ്പിൾ പഠിച്ചാൽ മതി. എക്സാമ്പിൾ നമുക്കൊക്കെ അറിയുന്നതാണ്. പെയർഡ് ഇലക്ട്രോൺ ഉള്ളതിന് എക്സാമ്പിൾ ആണ് TiO2, C6H6, ബെൻസീൻ. വേറെ എക്സാമ്പിൾ ആണ് NaCl. ഇതൊക്കെ ഡയാമാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ ആണ്. റെഡി? മൂന്നാമത്തേലേക്ക് പോയാലോ? ഫെറോ മാഗ്നറ്റിക് സോളിഡ്. ഫെറോ മാഗ്നറ്റിക് സോളിഡ് വളരെ പ്രധാനപ്പെട്ട മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ് ഫെറോ മാഗ്നറ്റിക് സോളിഡ്. ഫെറോ മാഗ്നറ്റിസം എന്താണത്? ഒന്നാമത്തെ പോയിന്റ്, ദേ അട്രാക്ട് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ്ലി. വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അയാൾ അട്രാക്ട് ചെയ്യും. നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? വളരെ സ്ട്രോങ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരാളെ? യെസ്, അയൺ, Fe. അപ്പൊ എക്സാമ്പിൾ ആണ് Fe. വേറെ കൊബാൾട്ട്, വേറൊന്നാണ് നിക്കൽ. അയൺ, കൊബാൾട്ട്, നിക്കൽ. ഇത് ഏതിൽ പെടും? പറയൂ. ഫെറോമാഗ്നറ്റിക് സോളിഡ്. എന്താ ഫെറോമാഗ്നറ്റിക് സോളിഡിന്റെ പ്രത്യേകത? ദാറ്റ് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടുവേർഡ്സ് മാഗ്നറ്റിക് ഫീൽഡ്. രണ്ടാമത്തെ പോയിന്റ്, ഇയാൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് അയാൾ അങ്ങോട്ട് പിടിച്ചു മാറ്റിയാൽ അയാളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടില്ല. They retain their magnetic property even when it is removed from magnetic field. അയാളെ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്താലും ശരി അയാളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടില്ല. അങ്ങനെയുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടിക്കാണ് നമ്മൾ പറയാ ഫെറോമാഗ്നറ്റിസം. അങ്ങനെയുള്ള സോളിഡ് ആണ് ഫെറോമാഗ്നറ്റിക് സോളിഡ്. എന്താണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത? ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണ്? അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോ ഇതിലൂടെ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ്. ഇത് സ്ട്രോങ് ആയി ശ്രദ്ധിച്ചിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവരെ കണ്ണും കാതും എല്ലാം ഇങ്ങോട്ട് എന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷ മാത്രമാണ്, ഓൺലൈൻ ക്ലാസ് അല്ലേ. ഏതായാലും അങ്ങനെ ഫെറോമാഗ്നറ്റിക് സോളിഡിന്റെ മാഗ്നറ്റിക് മൊമെന്റുകളെല്ലാം ഒരു ഡയറക്ഷനിലേക്കാണ് നിൽക്കുക. അതാണ് ഫെറോമാഗ്നറ്റിക് സോളിഡിന്റെ പ്രത്യേകത. ഞാൻ ഈ ഒരു ചിത്രം ഒന്ന് ഇവിടെ വരക്കാം. നോക്കൂ, ഫെറോമാഗ്നറ്റിക് സോളിഡിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെ നമ്മുടെ ഒരു ആരോ മാർക്കായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ കണ്ടോ, മാഗ്നറ്റിക് മൊമെന്റ് എല്ലാം ഒരേ ഭാഗത്തേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഞാനിവിടെ 6 മാഗ്നറ്റിക് മൊമെന്റിന്റെ സിമ്പിൾ വരച്ചിട്ടുണ്ട്. ഒരു ആരോ മാർക്ക് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ആ എല്ലാ മാഗ്നറ്റിക് മൊമെന്റ്സും ഒരേ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത്തരം മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ ഫെറോമാഗ്നറ്റിസം എന്നും അത്തരം സോളിഡിനെ ഫെറോമാഗ്നറ്റിക് സോളിഡ് എന്നും പറയും. റെഡി? അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കാം. Ferromagnetic solid is what? That strongly attracted towards magnetic field. Number 2, its magnetic moments are arranged in the same direction. All the magnetic moments are arranged in the same direction. മൂന്നാമത്തെ പോയിന്റ്, they retain its magnetic property even when it is removed. അയാളെ എടുത്തു മാറ്റിയാലും അയാളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടില്ല. എക്സാമ്പിൾ അയൺ, കൊബാൾട്ട്, നിക്കൽ. വേറൊരാളും കൂടെ ഉണ്ട്, CrO2. അപ്പൊ ഇവരൊക്കെ ഫെറോമാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ ആണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തുകൊണ്ട് സോളിഡിനെ എത്രയാക്കി തിരിച്ചിട്ടുണ്ട്? 5 എണ്ണമാക്കി തിരിച്ചിട്ടുണ്ട്. എത്ര എണ്ണം പറഞ്ഞു? ഇപ്പോ 3 എണ്ണം പറഞ്ഞു. നാലാമത്തേക്ക് വരാം. ആന്റി ഫെറോമാഗ്നറ്റിക് സോളിഡ്. ആന്റി ഫെറോമാഗ്നറ്റിക് സോളിഡ് വളരെ സിമ്പിൾ ആണ് പറയാൻ. ആ പേരിൽ തന്നെ ഉണ്ട്. ഫെറോമാഗ്നറ്റിക് ആയ സോളിഡ് എല്ലാം ഒരേ ഭാഗത്തേക്കാണ് തിരിഞ്ഞേക്കുന്നത്, അല്ലെ മാഗ്നറ്റിക് മൊമെന്റ്സ്. എന്നാൽ ആന്റി ഫെറോമാഗ്നറ്റിക് സോളിഡിന്റെ പ്രത്യേകത അതിലെ മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുക. അപ്പൊ നോക്കൂ, ഒന്നിങ്ങോട്ട് നോക്കുമ്പോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേറെ ഒന്ന്, വേറെ അങ്ങോട്ട് നോക്കുമ്പോ അതിന് ഓപ്പോസിറ്റ് ഒന്ന്.
കണ്ടോ, ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് തന്നെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് ബിക്കം ഈക്വൽ ടു 0. നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 ആയ മാഗ്നറ്റിക് മൊമെന്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് നിൽക്കുന്ന സോളിഡിനെ നമ്മൾ പറയും ആന്റി ഫെറോ മാഗ്നറ്റിക് സോളിഡ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പഠിച്ചു വെച്ചാൽ മതി. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സാമ്പിൾ, ആന്റി ഫെറോ മാഗ്നറ്റിക് സോളിഡിന്റെ എക്സാമ്പിൾ ആണ് MnO, MnO2, Mn2O3. അപ്പൊ തൽക്കാലം ഓർത്തിരിക്കാം, മാംഗനീസിന്റെ ഓക്സൈഡുകൾ ഇതിൽ വരും എന്നെങ്കിലും ഓർത്തിരിക്കാം. MnO, MnO2, Mn2O3. റെഡി. അഞ്ചാമത്തെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയിലേക്ക് വരികയാണ് ഫെറി മാഗ്നറ്റിക് സോളിഡ്. ഫെറി മാഗ്നറ്റിക് സോളിഡ് ഇത്രയേ ഉള്ളൂ. Magnetic moments are arranged in opposite direction, but it is in unequal number. ഇത് ഈക്വൽ നമ്പർ ആണ്, അപ്പൊ ആന്റി ആയി, ഒന്നിന് ഒന്ന് എതിരായി. എന്നാൽ ഫെറി മാഗ്നറ്റിക്കില് ഈക്വൽ നമ്പർ ആയിട്ടല്ല നിൽക്കുന്നത്. ഇപ്പൊ ആകെ 6 ഉണ്ടെങ്കിൽ കാണാം, ആകെ 6 ഉണ്ട്. ഈ 6 4 ഒരു ഭാഗത്തേക്ക്, 2 വേറൊരു ഭാഗത്തേക്ക്. ഈക്വലായി അല്ല നിൽക്കുന്നത്, ഓപ്പോസിറ്റ് ആയിട്ട് മാഗ്നറ്റിക് മൊമെന്റ് നിൽക്കുന്നുണ്ട്, പക്ഷെ ഈക്വൽ നമ്പർ ആയിട്ടല്ല. അങ്ങനെ ആവുമ്പോ തന്നെ നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് is it 0? No, not equal to 0. Ready? What is ferrimagnetic solid? നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 അല്ലാതെ, നെറ്റ് മാഗ്നറ്റിക് മൊമെന്റ് 0 അല്ലാത്ത മാഗ്നറ്റിക് മൊമെന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യുന്ന സോളിഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെറി മാഗ്നറ്റിക് സോളിഡ്. ഇയാൾക്ക് പാരാമാഗ്നറ്റിക് പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ 5 മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. 5ന്റെയും പ്രോപ്പർട്ടി പറഞ്ഞു. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ട് വേഗം ഞാൻ ഓടിച്ചു പറയാം. വാട്ട് ഈസ് പാരാമാഗ്നറ്റിക്? വീക്ക്ലി അട്രാക്റ്റഡ്. വാട്ട് ഈസ് ദ റീസൺ? ദാറ്റ് കണ്ടെയ്ൻ അൺപെയ്ഡ് ഇലക്ട്രോൺ. നമ്പർ 2, ഡയാമാഗ്നറ്റിക്. That contain only paired electron. Therefore, that weakly repel. Third one, ferromagnetic. Strongly attracted towards magnetic field. What is the reason? All the moments are arranged in the same direction. Number 4, anti-ferromagnetic. Magnetic moments are arranged in equal and opposite direction. Therefore, net magnetic moment become 0. Fifth one, ferrimagnetic solid. Magnetic moment arranged in opposite direction with unequal number. Therefore, net magnetic moment should not be 0. Example ആണ് വേണ്ടത്. എക്സാമ്പിൾ ആണ് ഫെറൈറ്റുകൾ. ഫെറൈറ്റ്സ് എന്ന് ഓർത്താൽ വളരെ സുഖമാണ്. ഫെറി മാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ ഫെറൈറ്റ് ആണ്. ഫെറൈറ്റിന് എക്സാമ്പിൾ നമുക്ക് അറിയുന്നതാണ് Fe3O4. റെഡി? Fe3O4. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ഇതിൽ നിന്നുണ്ടാക്കാം. ഒരു Fe3യിലെ ഒരു Fe എടുത്തിട്ട് മെഗ്നീഷ്യം എടുക്കാം. ബാക്കി എന്താ ഉള്ളത്? MgF2O4. വേണമെങ്കിൽ നമുക്ക് മെഗ്നീഷ്യത്തിന് മാറ്റിയിട്ട് സിങ്ക് എന്നാക്കാം. അപ്പൊ ZnFe2O4. ഇതൊക്കെ ഫെറി മാഗ്നറ്റിക് സോളിഡിന് എക്സാമ്പിൾ ആണ്. ഇതിൽ നിന്ന് വരുന്ന പ്രധാന ക്വസ്റ്റ്യൻസ്: ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒരു ക്വസ്റ്റ്യൻ. നമ്പർ 2, വാട്ട് ഈസ് മീൻ ബൈ ഫെറോമാഗ്നറ്റിക് സോളിഡ്? ഗിവ് ആൻ എക്സാമ്പിൾ, 2 ക്വസ്റ്റ്യനായി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രം ഉണ്ടല്ലോ, ഈ ആരോമാർക്ക് എല്ലാം ഒരു ഭാഗത്തേക്കായതും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയ വേറെ ചിത്രവും, ഓപ്പോസിറ്റ് ആണ് പക്ഷെ അൺഈക്വൽ നമ്പർ ആയ മൂന്നാമത്തെ ചിത്രം കൊടുത്തിട്ട് ചോദിക്കും, ഈ റെപ്രസെന്റേഷൻ ഏത് തരം സോളിഡിന്റെ റെപ്രസെന്റേഷൻ ആണ്? അപ്പൊ നമുക്ക് പറയാൻ കഴിയണം, ഇന്നത് ഫെറോ മാഗ്നറ്റിക് ആണ്, ഇന്നത് ആന്റി ഫെറോ ആണ്, ഇന്നത് ഫെറി ആണ്.
എന്ന് പറയാൻ പറ്റിയാൽ ഈ ടോപ്പിക് എന്നുള്ള 3 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പലരും വാട്സപ്പിലൂടെ, പല സ്കൂളിലെയും വിദ്യാർത്ഥികൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുകയാണ്. എന്താ മെസ്സേജ് ചെയ്യണത്? സാറേ, നിങ്ങൾ ഡെൻസിറ്റി കാണുന്ന ആ ക്ലാസ് എടുത്തതിന്റെ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? യൂണിറ്റ് സെല്ലിനെ കുറിച്ച് പറഞ്ഞ ആ ലിങ്ക് ഒന്ന് അയച്ചു തരുമോ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ടോപ്പിക്കിന്റെയും ലിങ്കുകൾ അയച്ചു തരാൻ പറയണം. സ്വാഭാവികമായി അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നറിയാലോ. അതുകൊണ്ട് നിങ്ങൾ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ കെം ടോക്ക് എന്ന് പറയുന്ന ചാനൽ, അതിലെ ഒന്നിടവിട്ട ദിവസം കെമിസ്ട്രി ക്ലാസുകൾ വരുമ്പോൾ അത് നിങ്ങൾ അതിന്റെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുകൊണ്ട് അതും കൂടെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരാം. താങ്ക് യു.